കിനാവിൻ്റെ തീരത്ത് ഭാഗം 88-89. മീര ആരാണെന്ന് മനസ്സിലായോ? മറുപുറത്തു നിന്നും കേട്ട ശബ്ദം അവളെ ഞെട്ടിപ്പിച്ചു. എത്ര നാളുകൾ കഴിഞ്ഞാലും ആ ശബ്ദം മറക്കാൻ സാധിക്കില്ല. ഒരു കാലത്ത് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു ആ ശബ്ദം. അർജുൻ. അറിയാതെ അവളുടെ അധരങ്ങൾ ആ പേര് മന്ത്രിച്ചിരിക്കുന്നു. മീര, തനിക്ക് കേൾക്കാമോ? ഞാൻ അർജുന. ദയവേത് ഫോൺ കട്ട് ചെയ്യരുത്. എനിക്ക് പറയാനുള്ളത് മുഴുവനൊന്ന് കേൾക്കണം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിന്റെ നമ്പർ ഞാൻ ഒപ്പിച്ചത്. അവസാനം ശ്രീലക്ഷ്മിയോട് വരെ ചോദിക്കേണ്ടി വന്നു. ഹലോ. വീണ്ടും അവൻ വിളിച്ചപ്പോൾ ദേഷ്യമാണ് അവൾക്ക് തോന്നിയത്. എന്തു വേണം? അവൾ വളരെ ഗൗരവത്തോടെ ചോദിച്ചു. മീര, അന്നത്തെ എൻ്റെ സിറ്റുവേഷൻ അത് വളരെ മോശമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് നിന്നെ തള്ളി പറഞ്ഞത്. ഞാൻ അച്ഛൻ്റെ അമ്മയുടെ ഒരേ ഒരു മകനാ. ഞാൻ സാമ്പത്തിക സ്ഥിതി കുറവുള്ള ഒരു വീട്ടിലെ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അമ്മ മരിക്കൂ എന്ന് പറഞ്ഞു ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്കത് മാത്രമേ മുൻപിൽ വഴിയുണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിനൊന്നും സാധിച്ചില്ല. ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ എന്തിനാ ഇപ്പോൾ എന്നെ വിളിച്ച് പറയുന്നത്? മീര താല്പര്യമില്ലാതെ ചോദിച്ചു. പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നീ മനസ്സിലാക്കണം. ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല എന്ന്. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിചാരിച്ചത്. കുറച്ചു കാലം ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കാമെന്ന് ഞാൻ കരുതിയത്. ഞാൻ ഒന്നിനും അടുക്കാതെ വരുമ്പോൾ അച്ഛനും അമ്മയും പതുക്കെ ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. തിരികെ വരുമ്പോൾ നിന്നെ വന്ന് കണ്ട അച്ഛനോടും അമ്മയോടും കാര്യം പറഞ്ഞാൽ വിവാഹം നടത്താമെന്നാണ് ഞാൻ കരുതിയത്. ഓക്കെ, മനസ്സിലായി. ഞാനിപ്പോൾ അർജുൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ്. അറ്റ്ലീസ്റ്റ് എൻ്റെ പേര് വിളിക്കാനുള്ള മര്യാദയെങ്കിലും അർജുൻ കാണിക്കണം. നീ എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടപ്പെടുന്നില്ല. ഒരു അന്യപുരുഷനെ ആവശ്യമില്ലാതെ നീ എന്ന് വിളിച്ച് സംബോധന ചെയ്യേണ്ട കാര്യമില്ല, മീര തറപ്പിച്ചു പറഞ്ഞു. അന്യപുരുഷനോ? നിനക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു? പിന്നെ അന്യപുരുഷനല്ലേ. നമ്മൾ തമ്മിൽ ഇന്നലകളിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു എന്ന് കരുതി ഇപ്പോഴും ആ ബന്ധത്തിൽ തന്നെ ഞാൻ താമസിക്കുകയാണെന്നാണോ അർജുൻ വിചാരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് ഞാൻ. ചേട്ടത്തി എന്നൊന്നും വിളിക്കണമെന്ന് പറയുന്നില്ല. ദയവ് ചെയ്ത് എന്നെ എടി പോടി എന്ന് വിളിച്ച് സംബോധന ചെയ്യരുത്. മീര ഒരുപാട് മാറിയിരിക്കുന്നു. മനുഷ്യനല്ലേ, മാറും, മറക്കും. അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. ഇതൊക്കെ പറയാനാണ് വിളിച്ചതെങ്കിൽ ഞാൻ വെച്ചോട്ടെ. എല്ലാം കേട്ടല്ലോ ഞാൻ. മീര, താനെന്നെ പൂർണ്ണമായിട്ടും വെറുത്തു കഴിഞ്ഞോ? അർജുൻ, നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ എന്നോട് ചോദിക്കാൻ? ഞാനിപ്പോൾ മറ്റൊരാളുടെ ഭാര്യയാണ്. എൻ്റെ ഭർത്താവ് അതല്ലാതെ മറ്റൊന്നും എൻ്റെ മനസ്സിലില്ല. ഇനി ഉണ്ടാവാനും പോകുന്നില്ല. താലി ചാർത്തിയ നിമിഷം മുതൽ ഞാൻ എൻ്റെ സുധിയേട്ടൻ്റെ മാത്രമാണ്. സുധിയേട്ടന് വേണ്ടി മാത്രം ജീവിക്കുകയാണ്. ഞാൻ ഈ കോൾ അറ്റൻഡ് ചെയ്തതും കട്ട് ചെയ്യാതിരിക്കുന്നതും സുധിയേട്ടനോടുള്ള ബഹുമാനം കൊണ്ടാണ്. അർജുൻ സുധിയേട്ടൻ്റെ സഹോദരനായതുകൊണ്ട് മാത്രം. അല്ലാതെ എന്നോടൊരു ഇൻറ്റിമസിയും നിനക്ക് തോന്നുന്നില്ലേ? അർജുൻ ചോദിച്ചു. എന്തിന്? അതിൻ്റെ ആവശ്യം എന്താണ്? വിവാഹത്തിനു മുൻപ് ഒരു ബന്ധമില്ലാത്തവരായി ആരും ഉണ്ടായിരിക്കില്ല. പിന്നെ വിവാഹശേഷവും അതൊന്നും ഓർമ്മിച്ച് വെക്കേണ്ട ആവശ്യം ആർക്കും ഇല്ല. അർജുൻ അന്ന് വീട്ടുകാർ വലുതായിരുന്നു. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാണ് ഫോൺ വെച്ചത്. ഞാനത് അക്ഷരം പ്രതി അനുസരിച്ചു. ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പുതിയൊരു ബന്ധം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ദയവ് ചെയ്ത് എന്നെ ഇനി അർജുൻ വിളിക്കരുത്. അതുപോലെ എന്നോട് കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ സുധിയേട്ടനെയും അധികം കാണാൻ ഇവിടേക്ക് വരരുത്. അദ്ദേഹത്തോട് കൂടുതൽ സമയം സംസാരിക്കരുത്. കാരണം എനിക്കിഷ്ടമല്ല നിങ്ങളുടെ പ്രസൻസ് പോലും. അതെന്നെ വല്ലാതെ അസ്വസ്ഥയാക്കുന്നുണ്ട്. ഇതിനപ്പുറം ഒന്നും എനിക്ക് പറയാൻ അർജുനോടില്ല. ഇനി മേലാൽ നിങ്ങളുടെ ഫോൺ ഒരിക്കലും എൻ്റെ ഫോണിലേക്ക് വരാൻ പാടില്ല. മീര. അവൻ വിളിച്ചപ്പോൾ തന്നെ മറുപടിക്ക് കാക്കാതെ അവൾ ഫോൺ കട്ട് ചെയ്തിരുന്നു. വീണ്ടും അവൻ വിളിച്ചു നോക്കിയപ്പോൾ ആ നമ്പർ അവൾ ബ്ലോക്ക് ചെയ്തിരുന്നുവെന്ന് അവന് മനസ്സിലായി. ഇനി താൻ എന്തൊക്കെ പറഞ്ഞാലും അവൾ തൻ്റെ വരുതിയിലേക്ക് വരില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. എന്തിനാണ് താൻ ഇത്രയും ബുദ്ധിമുട്ടി അവളുടെ നമ്പർ കണ്ടുപിടിച്ച് അവളെ വിളിക്കുന്നത് എന്ന് ഒരു നിമിഷം അർജുനും ആലോചിച്ചു. അവൾ മറ്റൊരാളുടെ ഭാര്യയാണെന്നറിയാം. അവളെ താൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അവളുടെ മനസ്സിലിപ്പോൾ തനിക്കൊരു സ്ഥാനവുമില്ല എന്ന് അർജുന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൻ. പിന്നെ അവൻ നേരെ പോയത് സുഹൃത്തുക്കളുടെ അരികിലേക്കാണ്. നിന്നോട് ഇറങ്ങിപ്പോകാൻ ഡയറക്റ്റായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നീ ഇനി അവിടെ നിൽക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. സുധിയുടെ അരികിലിരുന്നുകൊണ്ട് വിനോദ് പറഞ്ഞു.
കുറച്ച് നാളെ നീ ഇല്ലാതെ വരുമ്പോൾ അവർക്ക് മനസ്സിലാകും നിന്റെ വില. അപ്പം മനസ്സിലാക്കട്ടെ സുധി എന്തായിരുന്നുവെന്ന്. എടാ, ഇറങ്ങിപ്പോകാൻ അമ്മ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ നിനക്കറിയാലോ, അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലൊന്നും അല്ല ഞാൻ. ഒരു വാടക വീട് എടുക്കണമെങ്കിൽ പോലും 50,000 രൂപയുടെ ചിലവുണ്ട്. അത് ചിലപ്പോൾ ഞാൻ വിചാരിച്ചാൽ നടക്കുമായിരിക്കും. എങ്കിലും അത് മാത്രം പോരല്ലോ. മീരയുടെ പഠിത്തം. ഞാൻ പോയി കഴിഞ്ഞാൽ മീര വീട്ടിൽ ഒറ്റയ്ക്കാവില്ലേ? എന്ത് വിശ്വസിച്ചാ ഞാൻ അവളെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകുന്നത്? അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ തന്നെ നിൽക്കണം. അതെന്താണെങ്കിലും ഈ വരവിന് നടക്കില്ല. 2-3 ചിട്ടിയും ലോണും ഒക്കെയുണ്ട്. അതും കൂടി അടച്ചു തീർത്ത് എങ്ങനെയെങ്കിലും അവിടുത്തെ ജോലി വിട്ടതിന് ശേഷം നാട്ടിൽ വരണമെന്നാണ് എനിക്ക്. അമ്മ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലൊന്നുമല്ല ഞാൻ. നിനക്കറിയാലോ, ഞാൻ ഈ പ്രാവശ്യം വന്നത് തന്നെ റൂമിലുള്ള 2 പേരോടും പൈസ കടം വാങ്ങിയാണ്. ഇനി തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് മീരയുടെ സ്വർണം വല്ലതും പണയം വെച്ച് വേണം ഉണ്ടാക്കാൻ. പെട്ടെന്നൊരു വീട് മാറ്റമൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത്? തൽക്കാലം ഞാൻ ലീവ് കഴിഞ്ഞ് തിരിച്ചു കയറിപ്പോകും. മീരയെ ഹോസ്റ്റലിലാക്കാം. മീരയുടെ വീട്ടിൽ നിർത്തിയാൽ അതും പിന്നെ മറ്റൊരു വർത്തമാനത്തിന് ഇട നൽകുകയുള്ളൂ. വെറുതെ എന്തിനാ മീരയുടെ അമ്മയെ കൂടി ബുദ്ധിമുട്ടിക്കുന്നത്? ഇപ്പം തന്നെ മീരയ്ക്ക് മീരയുടെ വീട്ടുകാർക്ക് കുറ്റം. അതുകൊണ്ട് ഇനി 1 വർഷം കൂടല്ലേ ഉള്ളൂ. ആ 1 വർഷം മീര ഹോസ്റ്റലിൽ നിന്ന് പഠിക്കട്ടെ. ആ സമയം കൊണ്ട് ചെറുതെങ്കിലും എന്തെങ്കിലും ഒരു സമ്പാദ്യം ഞാനും ഉണ്ടാക്കാം. അതുമാത്രമേ ഇപ്പോൾ മുന്നിൽ മാർഗമുള്ളൂ. എടാ, നിനക്ക് കാശിൻ്റെ അത്യാവശ്യം വല്ലതുണ്ടെങ്കിൽ നീ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. ഒരുപാടൊന്നും ഇല്ലെങ്കിലും ചെറിയ കുറച്ച് നീക്കിയിരിപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നിന്നെ സഹായിക്കാൻ എനിക്ക് സാധിക്കും. അലിവോടെ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് വിനോദ് പറഞ്ഞു. ജീവിതത്തിൽ ഒന്നും എനിക്ക് നേടിയിട്ടില്ലെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരു നല്ല കൂട്ടുകാരനെ സമ്പാദിച്ച് ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം അത് തന്നെയാടാ. ഇതൊക്കെ തന്നെ മതിയടാ. പിന്നെന്തിനാ വേറെ സമ്പാദ്യം? ഒന്നും വേണ്ട. അത് ചോദിക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടായല്ലോ, അത് തന്നെ ധാരാളം. അത് പറഞ്ഞപ്പോൾ സുധിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഭാഗം 89. സമയം ഒരുപാടായി. ഞാൻ വീട്ടിലേക്ക് പോട്ടെ. മീര ഒറ്റയ്ക്കേ ഉള്ളൂ. എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. പിന്നെ അമ്മയോട് വലിയ മിണ്ടാട്ടമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും ഒറ്റപ്പെട്ട അവസ്ഥയിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നീ വിഷമിക്കണ്ട. എന്തു വന്നാലും ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. എന്തെങ്കിലുമൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ശരിയടാ. അതും പറഞ്ഞ് വീട്ടിലേക്ക് പോകാനായി തീരുമാനിച്ചു. സുധി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടിരുന്നു TV കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മയെ. കുറച്ചപ്പുറത്തായി ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ട് രമ്യ ഇരിപ്പുണ്ട്. രമ്യ അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു എന്നല്ലാതെ എപ്പോൾ വന്നു എന്ന് പോലും ചോദിച്ചില്ല. അതവനിൽ വിഷമം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ വലുതായി സംസാരിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല രമ്യ. എങ്കിലും ഒരു കുശലാന്വേഷണം എന്ന നിലയിലെങ്കിലും എപ്പോൾ വന്നു എന്ന് ചോദിക്കാമായിരുന്നു. അടുക്കളയിലേക്ക് നോക്കിയപ്പോൾ മീര അവിടെയില്ല. പിന്നെ നോക്കിയത് മുറിയിലായിരുന്നു. അപ്പോൾ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ആൾ അവിടെയല്ല എന്ന് തോന്നി. മറ്റെവിടെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ കാൽപെരുമാറ്റം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. അവനെ കണ്ടതും ആ മുഖം പ്രകാശിക്കുന്നത് സുധി അറിഞ്ഞിരുന്നു. താൻ പഠിക്കുകയായിരുന്നോ? എങ്കിൽ പഠിച്ചോ, സുധി പറഞ്ഞു. പഠിച്ചു കഴിഞ്ഞു. കുറച്ച് എഴുതാനുണ്ടായിരുന്നു, അത് എഴുതുമായിരുന്നു. ശ്രീജിത്ത് വന്നില്ലേ? അവളോടവൻ ചോദിച്ചു. ഇല്ല, ഞാനിവിടെ ഉള്ളപ്പോഴും 10-11 മണിയായിട്ടാണ് പൊതുവെ ശ്രീജിത്ത് വരാറുള്ളത്. അമ്മ തന്നോട് എന്തെങ്കിലും സംസാരിച്ചോ? അവളുടെ അരികിലേക്കിരുന്നുകൊണ്ട് അവൻ ചോദിച്ചു. ഇല്ല, ഞാൻ കുറേ വട്ടം അങ്ങോട്ട് ചോദിച്ചിട്ട് പോലും മിണ്ടിയില്ല. സാരമില്ല. അവൻ അവളെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോഴും ചെയ്തത്. വീട്ടിലേക്ക് വിളിച്ചിരുന്നോ? ആ, വിളിച്ചിരുന്നു. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും വീട്ടിൽ പറയണ്ട. വെറുതെ അവരെ കൂടി വിഷമിപ്പിക്കാനായിട്ട്, സുധി പറഞ്ഞു. അതിപ്പോൾ സുധിയേട്ടൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയില്ല. പല കാര്യങ്ങളും കണ്ടു ചെയ്യാനുള്ള തൻ്റെ കഴിവുണ്ടല്ലോ, അതാണ് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത്. നാളെ നമുക്ക് തൻ്റെ കോളേജ് വരെ ഒന്ന് പോകണം. എന്താ സുധിയേട്ടാ? ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് ക്ലാസ്സിന് പോകുന്നുള്ളൂ എന്നാണ് കരുതിയത്. സുധിയേട്ടൻ വന്നിട്ട് പെട്ടെന്ന് ക്ലാസ്സിന് പോകുന്നത് എങ്ങനെയാ? കുറച്ചുകൂടെ ദിവസം കഴിഞ്ഞ് ക്ലാസ്സിന് പോയാൽ മതി. പക്ഷെ കോളേജിൽ പോയി ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. സത്യത്തിൽ തന്നോട് പറയാൻ എനിക്ക് മടിയാണ്, പക്ഷെ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സുധിയേട്ടന് എന്തിനാ ഇത്രയും മുഖവരയിടുന്നത്? എന്താണെന്ന് പറ. മറ്റൊന്നുമല്ല മീര, ഞാൻ ഈ പ്രാവശ്യം വന്നത് റൂമിലുള്ള 2-3 പേരോട് പണം കടം വാങ്ങിയിട്ടാണ്. ഇവിടെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നല്ലോ.
ഞാൻ നേരിട്ട് വന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതിലും വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത് എന്നിവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കിയത്. റിട്ടേൺ ടിക്കറ്റ് കമ്പനി തരില്ല. അർജൻറ്റായി വന്നതായതുകൊണ്ട് തന്നോടിപ്പോൾ എങ്ങനെയാ ചോദിക്കുക? സുധി മടിച്ചു. എന്താണെന്ന് വെച്ചാൽ കാര്യം പറ സുധിയേട്ടാ. അവൾക്ക് ക്ഷമ കെട്ടു. തിരിച്ചു പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ 40,000 രൂപയാകും. അതിന് തൻ്റെ ഓർണമെൻറ്റ്സ് എന്തെങ്കിലും എനിക്കൊന്ന് പണയം വെക്കാൻ തരണം. ഞാനവിടെ ചെന്ന് 1-2 മാസത്തിനുള്ളിൽ അത് തിരിച്ചെടുത്ത് തരാം. മീരയുടെ മുഖം മങ്ങുന്നത് കണ്ടപ്പോൾ ഒന്ന് ഭയന്നിരുന്നു സുധി. തനിക്ക് വിഷമമാകുമെന്നെനിക്കറിയാം. പക്ഷെ വേറൊരു മാർഗം എൻ്റെ മുമ്പിലില്ലായിരുന്നു. എനിക്ക് വിഷമമായി എന്നുള്ളത് സത്യ. അത് പക്ഷേ എൻ്റെ സ്വർണം പണയം വെക്കണമെന്ന് സുധിയേട്ടൻ പറഞ്ഞതുകൊണ്ടല്ല. അന്യരോട് ചോദിക്കുന്നത് പോലെ ഇത്രയും മുഖവരയിട്ട് ഇക്കാര്യം ചോദിക്കേണ്ട ആവശ്യം എന്താണ് സുധിയേട്ടന്? ഒക്കെ സുധിയേട്ടൻ വാങ്ങിത്തന്നത് തന്നെയല്ലേ? എൻ്റെ വീട്ടിൽ നിന്ന് തന്നതിന് ഇരട്ടിയായിട്ടാണ് സുധിയേട്ടൻ വാങ്ങിത്തന്നത്. പിന്നെ അത് പണയം വെക്കണമെങ്കിൽ എന്നോട് ചോദിക്കേണ്ട കാര്യം സുധിയേട്ടനില്ല. എന്നോട് ചോദിക്കാതെ തന്നെ സുധിയേട്ടൻ അത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമാകുമായിരുന്നു. ഇതിപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. അങ്ങനെയല്ല, സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ എല്ലാവരെയും പേടിയാ. എല്ലാവരെയും പോലെയാണോ സുധിയേട്ടാ ഞാൻ? അങ്ങനെയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാലും ചെറിയൊരു ഭയം ഉണ്ടാകും. താനത് കാര്യമാക്കണ്ട. അവൻ നന്നായി തകർന്നു നിൽക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇടപെടില്ല. കണ്ണൊക്കെ ചുവന്ന് വല്ലാത്തൊരവസ്ഥയിലാണ്. ഒറ്റ ദിവസം കൊണ്ട് ആ ചൈതന്യമാർന്ന മുഖം തന്നെ മാറിപ്പോയി എന്ന് അവൾക്ക് തോന്നി. ഇതിനിടയിൽ അർജുൻ വിളിച്ച കാര്യം കൂടി താൻ എങ്ങനെയാണ് അവനോട് പറയുന്നത്? ഈ നിമിഷം അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് മീര തീരുമാനിച്ചു. നല്ലൊരു മറുപടി നൽകി തന്നെയാണ് താൻ ഫോൺ കട്ട് ചെയ്തത്. ഇനി അവൻ്റെ ശല്യം ഉണ്ടാവില്ലെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തെ മറികടന്ന് അവൻ വിളിക്കുകയാണെങ്കിൽ ഇനി സുധിയോട് കാര്യം പറഞ്ഞാൽ മതിയെന്ന് അവൾ തീരുമാനിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സുഹൃത്തുക്കൾക്കൊപ്പം അർജുൻ എത്തുന്നത്. വലിയ സന്തോഷത്തോടെ സുഹൃത്തുക്കളെല്ലാം അവൻ്റെ വിശേഷങ്ങൾ തിരക്കുമ്പോഴും അവൻ്റെ മുഖത്ത് ഉണ്ടായ മ്ലാനത മനസ്സിലാക്കാൻ കൂടെയുണ്ടായിരുന്ന അരുണിന് സാധിച്ചിരുന്നു. എന്തോറ്റി? നിനക്കൊരു സന്തോഷവും ഇല്ലല്ലോ? ഇത്രയും നാളുകൂടി നമ്മൾ ഒരുമിച്ച് കണ്ടിട്ട് ഒരു സന്തോഷമില്ലാത്ത മുഖം? ഒന്നുമില്ലടാ. നിന്നെ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ലല്ലോ ഞങ്ങൾ. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാകും. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അരുൺ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അവന് തുറന്നു പറയാതിരിക്കാനും സാധിച്ചിരുന്നില്ല. അങ്ങനെ തൻ്റെ മനസ്സിലെ വിഷമങ്ങളും മീരയെക്കുറിച്ചും സുധിയെക്കുറിച്ചും ഒക്കെ അരുണിനോട് അവൻ തുറന്നു പറഞ്ഞിരുന്നു. മീരയെക്കുറിച്ച് നേരത്തെ തന്നെ അറിയാം എന്നതുകൊണ്ട് തന്നെ അരുൺ സുധിയുടെ വിഷയം കേട്ടപ്പോൾ അർജുനെപ്പോലെ തന്നെ ഒന്ന് ഞെട്ടിയിരുന്നു. ഈ ഒരു കാര്യത്തിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? സത്യത്തിൽ നീ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഒരിക്കൽ നിന്റെ കയ്യിൽ നിന്ന് വഴുതി പോയെന്ന് കരുതിയവൾ തൊട്ടരികിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് നിന്റെ ഭാഗ്യമല്ലേ മച്ചാ? ഒരു വഷളൻ ചിരിയോടെ പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അർജുന് മനസ്സിലായില്ല. ശരിക്കും അളിയാ, എന്താ നിന്റെ പ്രശ്നം? അവൾ നിന്നെ കൈവിട്ട് പോയതാണോ അതോ നിന്റെ ചേട്ടനെ അവൾ കല്യാണം കഴിച്ചതാണോ? എടാ, എൻ്റെ പ്രശ്നം ഇതുതന്നെയാണ്. ഇതിലെന്താ എൻ്റെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവളെ കണ്ടപ്പോൾ തൊട്ട് വല്ലാത്തൊരു കുറ്റബോധം. അവൾ എൻ്റെ കുടുംബത്തിൽ തന്നെ വന്ന് കയറി എന്ന് പറയുമ്പോൾ അവൾ നല്ലൊരു സ്വഭാവമുള്ള പെങ്കൊച്ചായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നുള്ള ഒരു ചിന്ത. ഇനി അവളെ അവൻ ഉപേക്ഷിച്ച് തിരിച്ചു വന്നാൽ നീ അവളെ കല്യാണം കഴിക്കുമോ? അരുൺ അവനോട് ചോദിച്ചപ്പോൾ ഒരു നിമിഷം എന്തു മറുപടി പറയണമെന്ന് അർജുൻ അറിയില്ലായിരുന്നു. അങ്ങനെ ചോദിച്ചാൽ അതിനെനിക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ അറിയില്ല. മറുപടി പറയാൻ അറിയില്ല എന്നല്ല, അതിനൊരു മറുപടി പറയാൻ നിന്റെ കയ്യിലില്ല എന്നതാണ് സത്യം. നീ എന്നല്ല, ഒരുത്തനും അതിന് മുതിരില്ല. നിനക്കിപ്പോൾ അവളോട് തോന്നുന്നത് ഒരാഗ്രഹമാണ്. നീ ഒരുപാട് ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയതുകൊണ്ട് നിന്റെ ഉള്ളിൽ തോന്നുന്ന ഒരാഗ്രഹം. അത് നിന്റെ ചേട്ടൻ അനുഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ദുഃഖം. അത് നീയും കൂടി അനുഭവിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നീ ഇപ്പോൾ സേഫ് സോണിലാണ്. അവളിപ്പോൾ മറ്റൊരു കല്യാണമൊക്കെ കഴിച്ച് സെറ്റിലായിട്ട് നിൽക്കുകയാണ്. കെട്ടിയോണാണെങ്കിൽ ഗൾഫിലും. കൊല്ലത്തിൽ ഒരിക്കൽ വന്നാലായി. ഇനി നിനക്ക് അവളെ സ്വന്തമായിട്ട് വേണ്ട. പക്ഷേ കാര്യങ്ങളൊക്കെ നടക്കണം. അതിനുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞുതരാം. കുടിലതയോടെ അരുൺ പറഞ്ഞപ്പോൾ മനസ്സിലാവാതെ അർജുൻ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.